എത്രയാനന്ദമേ ജീവിതം, ഭീതി തെല്ലുകില്ല ജീവിതം. കാവലിനായി തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കുമെപ്പോഴും. പാടുമെൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. സുഭാഷിതം. ഞങ്ങൾക്കൊരു പച്ചക്കറിത്തോട്ടമുണ്ട്. അതിൽ സമയാസമയങ്ങളിൽ ചില വിത്തുകൾ ഇടുകയും അത് വളർന്ന് പന്തലിച്ച് ഫലം തരികയും ചെയ്യുന്നു. പലപ്പോഴും അതിന്റെ വളർച്ചയെ കണ്ട് സന്തോഷിക്കാറുമുണ്ട്. ഇതിലെന്താണൊരു പുതുമ? പലരും കൃഷി ചെയ്യുന്നു, ഫലമെടുക്കുന്നു. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നാം കുഴിച്ചിടുന്ന വിത്തുകൾ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ മുളച്ച് ചെടിയായി തീരുന്നു. അതിൽ എന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? നാം അതിനെ മണ്ണിൽ നട്ടു, വെള്ളമൊഴിച്ചു, ചില പരിചരണങ്ങളും ചെയ്തു. അത് വളർന്ന് പന്തലിച്ച് ഫലം തരുമ്പോൾ ഞാൻ പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഇതേ ഒരു ഉദാഹരണമാണ് പൗലോസ് 1 കൊരിന്ത്യർ 3:7 എഴുതിയിരിക്കുന്നത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. So neither the one who plants nor the one who waters is anything, but only God who makes things grow. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ വ്യത്യസ്ത നേതാക്കളോടുള്ള കൂറിനെ ചൊല്ലി ഭിന്നിച്ചും തർക്കിച്ചും കഴിഞ്ഞിരുന്ന കൊരിന്ത്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുകയാകുന്നു. 3-ാമത്തെയും 4-ാമത്തെയും വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? സാധാരണ മനുഷ്യരുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. പക്ഷം തിരിഞ്ഞുള്ള പ്രവർത്തനങ്ങളും പ്രതികാര ബുദ്ധികളും മറ്റും അവരുടെ ഇടയിൽ ഉണ്ടാകും. അങ്ങനെയുള്ള സാധാരണ മനുഷ്യരെ പോലെ ദൈവസഭയിലുള്ളവർ പ്രവർത്തിക്കുവാൻ പാടില്ല. കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്കാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. എന്നാൽ ഇന്നത്തെ കാലയളവിലും വിശുദ്ധന്മാരെന്ന് അഭിമാനിക്കുന്നവരുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും വ്യക്തി വൈരാഗ്യങ്ങളും കണ്ടുവരുന്നു. നമ്മുടെ പ്രവൃത്തികളുടെയോ ഉത്തരവാദിത്തങ്ങളുടെയോ പ്രാധാന്യം ഈ വാക്യം കുറയ്ക്കുന്നില്ല. എന്നാൽ ആത്യന്തികമായി വളർച്ചയും പരിവർത്തനവും വരുത്തുന്നത് ദൈവമാണ്. നടുന്നവനും നനയ്ക്കുന്നവനും പ്രശംസിപ്പാൻ ഒന്നും തന്നെയില്ല. ദൈവത്തിന്റെ സഭയിൽ വിവിധ സേവനം അനുഷ്ഠിക്കുന്നവർ ദൈവത്തിന്റെ കൈകളിലെ ഉപകരണങ്ങൾ മാത്രമാകുന്നു. അവർ എപ്പോഴും ലക്ഷ്യമിടേണ്ടത് ദൈവത്തിന്റെ നാമമഹത്വം മാത്രമായിരിക്കണം. ഇന്ന് ദൈവപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് അഭിമാനിക്കുന്നവർ ദൈവത്തിന്റെ പ്രവർത്തികളെ മറന്നു കളഞ്ഞിട്ട് തങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് വരുത്തിക്കൂട്ടുന്നു. നടുകയും നനയ്ക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എന്നാൽ ദൈവം അതിനെ വളരുമാറാക്കിയില്ലെങ്കിൽ നാം നട്ടതും നനച്ചതും പരിപോഷിച്ചതും എല്ലാം വൃഥാവായി തീരുന്നു. ഈ ബോധമാണ് ഓരോ ദൈവമക്കളിലും ഉടലെടുക്കേണ്ടത്. കാലാകാലങ്ങളിൽ നമ്മെ എവിടെ ദൈവം ആക്കി വെക്കുന്നുവോ അവിടെയുള്ള ദൈവസഭയോട് ചേർന്ന് ദൈവനാമ മഹത്വത്തിനായി എന്തെല്ലാം നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുമോ അത് ചെയ്യേണ്ടതാകുന്നു. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ നമ്മെ ശക്തരാക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യുന്നത് ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് താഴ്മയോടും വിശ്വസ്തയോടും ദൈവത്തെ സേവിക്കുവാൻ നാം തീരുമാനമെടുക്കുമ്പോൾ ഈർഷ്യയും പിണക്കവും പ്രതികാര ബുദ്ധികളും നമ്മെ വിട്ട് ഓടിപ്പോകും. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തനും താൻ്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. നമുക്കും പൗലോസിനോട് ചേർന്ന് പറയാം, ഞങ്ങളും ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ജീവിത നാളുകളെല്ലാം